പണ്ട് ഹരിപ്പാട് പ്രദേശം കാടുകളും ജലാശയങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം ഈ ഭൂമിക്ക് ഹരിഗീതപുരം എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ഭഗവാൻ മഹാവിഷ്ണുവും ഭഗവാൻ സുബ്രഹ്മണ്യനും ഒരുപോലെ ചൈതന്യം ചൊരിയുന്ന ഇടമായതിനാലാണ് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. പണ്ട് ഏവർക്കും ആരാധിക്കാൻ പാകത്തിൽ ഒരു സുബ്രഹ്മണ്യ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹരിപ്പാട് ഗ്രാമത്തിലെ ഭക്തരായ പൗരന്മാർക്കും ഭരണാധികാരികൾക്കും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം പണിയണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഇതേ സമയം കായംകുളം കായലിൻ്റെ ആഴങ്ങളിൽ അജ്ഞാതമായ ഒരു സുബ്രഹ്മണ്യ വിഗ്രഹം ഉണ്ടെന്ന് കുറച്ച് ഭക്തർക്ക് സ്വപ്നദർശനം ഉണ്ടായി. ഇതനുസരിച്ച് എല്ലാവരും ചേർന്ന് കായലിൽ തിരച്ചിൽ നടത്തുകയും അത്ഭുതകരമെന്നോണം 4 കൈകളോട് കൂടിയ മനോഹരമായ ഒരു സുബ്രഹ്മണ്യ വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു. ഈ വിഗ്രഹം കായലിൽ നിന്ന് കരയ്ക്കടുപ്പിച്ചത് പതിയങ്കര എന്ന സ്ഥലത്തു കൂടിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിഗ്രഹം ലഭിച്ച സന്തോഷത്തിൽ ഭക്തർ അത് ഹരിപ്പാടേക്ക് എഴുന്നള്ളിച്ചു. ഈ യാത്രയ്ക്കിടയിൽ വിഗ്രഹം കുറച്ചുനേരം വിശ്രമത്തിനായി വെച്ചത് മണ്ണാറശാല എന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി നിലവിലുള്ള ക്ഷേത്രസ്ഥാനത്ത് എത്തിയപ്പോൾ അവിടെ നേരത്തെ തന്നെ ഒരു ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. എന്നാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യം കണ്ടറിഞ്ഞ ശാസ്താവ് തൻ്റെ സ്ഥാനം സുബ്രഹ്മണ്യനായി വിട്ടുകൊടുത്ത് അല്പം മാറി ഇരുന്നെന്നാണ് ഐതിഹ്യം. ഇന്നും ഹരിപ്പാട് ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഈ ശാസ്ത്ര പ്രതിഷ്ഠ കാണാൻ സാധിക്കും. പരശുരാമനാണ് ഈ വിഗ്രഹം പൂജിച്ചിരുന്നതെന്നും പാണ്ഡവർ വനവാസ കാലത്ത് ഈ വിഗ്രഹത്തിൽ ആരാധന നടത്തിയിരുന്നതായും കഥകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ സുബ്രഹ്മണ്യ വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടുത്തേത്. ഏകദേശം 8 അടിയോളം ഉയരമുള്ള ഈ വിഗ്രഹം ചതുർബാഹു രൂപത്തിലാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ പളനി ക്ഷേത്രത്തിന് തുല്യമായ പ്രാധാന്യം ഉള്ളതിനാലും അവിടത്തെ പോലെ തന്നെ സർവ്വ ഐശ്വര്യദായകനായ ഭഗവാൻ ഇവിടെ വാഴുന്നതിനാലുമാണ് ഹരിപ്പാട് ക്ഷേത്രത്തെ ദക്ഷിണ പളനി എന്ന് വിളിക്കുന്നത്.